നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ജെല്ലിവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്പരത്തി പൂ വെച്ചിട്ടും അതുപോലെ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടും നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോയിങ് കൊണ്ടുവരാനുള്ള അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് സാധാരണ നമ്മുടെ തൊടിയിലൊക്കെ ഒരു ദിവസം കൊണ്ട് വാടി പോണ പൂവാണ്, പക്ഷേ ഇതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ആയിട്ടും ബ്ലഡ് വെക്കാനൊക്കെ ആയിട്ടും നമ്മുടെ മുഖത്തിനും ശരീരത്തിനൊക്കെ നിറം വെക്കാനൊക്കെ ആയിട്ട് ആ ഒരു ജ്യൂസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ കിട്ടുമ്പോൾ നമുക്കിതൊക്കെ ചവറ് പോലെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോണ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമ്പോൾ നമ്മളതൊക്കെ നല്ലോണം യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഒരു കെമിക്കലില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് അറിയാലോ. ഫ്ലാക്സ് സീഡ് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് നമ്മളിവിടെ മേടിച്ചിട്ടുള്ളത്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ വെച്ചാൽ നമ്മുടെ മുതിര പോലെയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മൾ 200 സംതിങ് ആയിട്ടുള്ള നമ്മൾ ഇങ്ങനെ ഒരു ചെപ്പ് മേടിക്കുമ്പോൾ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് മുഖത്തിനും വെറുതെ ജെല്ലായിട്ട് തേക്കുകയും ചെയ്യാം, തലമുടിയിലേക്കും എല്ലായിടത്തും നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇത് രണ്ടും വെച്ച് തിളപ്പിച്ച് നമ്മളിവിടെ അതിൻ്റെ ജെല്ലിവിടെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് തിളപ്പിക്കണതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അപ്പോൾ അത്രയും നേരം പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് തിളപ്പിക്കുമ്പോൾ ഈ ഫ്ലാക്സ് സീഡ് ഇതൊരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഒരു 5-6 ചെമ്പരത്തി പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ മുഖത്തേക്ക് നല്ലൊരു കളറൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ക്രീമുണ്ട്. പക്ഷേ അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യണേക്കാൾ നല്ലത് നമുക്കിത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ചെമ്പരത്തി പൂവിൻ്റെ പാക്ക് കിട്ടുമ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ്. അത് ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ഇടുന്ന ഒരു നേരത്തേക്കുള്ളൊരു ഷൈനിങ് ഉണ്ടാവുള്ളൂ, പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് ഇടുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും എല്ലാതും പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിത് നമ്മുടെ തലമുടിക്ക് ബാക്കിയുള്ളത് എടുത്ത് വയ്ക്കാം. അപ്പോൾ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് അലോവേരയുടെ ജെല്ല്, വൈറ്റമിൻ ഇ, റോസ് വാട്ടർ, ഗ്ലിസറിൻ, ഇതെല്ലാ ഐറ്റംസും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമാക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഇത്തിരി പണിയുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാതും കൂടി ഇങ്ങനെ ഇടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ക്യാപ്സ്യൂളിൻ്റെ ആവശ്യമുള്ളൂ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച് വെക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ ഒത്തിരി നാളത്തേക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ജെല്ല്, ഇത് എടുക്കാൻ എളുപ്പമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തിളപ്പിച്ച് ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടല്ലോ, നമ്മൾ തിളപ്പിച്ച് ചെറുവക ചൂട്ടോട് കൂടി തന്നെ നമ്മൾ അരിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ ഈ സാധനം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് കഴിഞ്ഞാലും തണവ് മാറിയാലും ഇത് അങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ചെറുവക ചൂട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളിതിപ്പോൾ ചെയ്യണത്. ഇതൊരു ടീസ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ്. നമുക്കിവിടെ അങ്ങനെ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമുക്കതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ 1 ടീസ്പൂണോളം റോസ് വാട്ടർ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതല്ലാതെ നമ്മുടെ മുഖത്തിന് ഒറ്റയ്ക്ക് നമ്മൾ ചേർക്കണേക്കാളും നല്ലത് ഇതൊരു ക്രീം പരുവത്തിലാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമുക്ക് മുഖത്ത് തേച്ച് ഇട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് നമ്മളൊരു 1/2 ടീസ്പൂണോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിൻ മുഖത്തിന് നിറം വയ്ക്കാനായിട്ട് ഉള്ള ഒരു ഐറ്റംസ് തന്നെയാണ്. നമ്മുടെ പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഈ ഒരു ഐറ്റം ഉള്ളതാണ് കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അലോവേരയുടെ ജെല്ല്, വൈറ്റാണ് കേട്ടോ. നമ്മൾ മുഖത്തേക്ക് ക്രീം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വൈറ്റാണ് നല്ലത്. നമ്മൾ കാലുമലിക്കും കൈമലിക്കും ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് പച്ച നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മളിപ്പോൾ തൽക്കാലം ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അലോവേരയുടെ ജെല്ല് കൂടി കൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ മുഖത്തിൻ്റെ
ആ ഒരു ജലാംശം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അലോവേരയുടെ ജെല്ല് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ എപ്പോഴും യങ് ആയിട്ടിരിക്കുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനത്തെ ക്രീമൊക്കെ ഉണ്ടാക്കി നമ്മൾ തേക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ പാക്ക് ഇടാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഓരോ ക്രീമുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ചെമ്പരത്തി പൂവും കളറല്ല നമുക്കിവിടെ കിട്ടുന്നത് കണ്ടോ, ഈ ഒരു കളറിലേക്കാണ് നമുക്ക് കിട്ടുക. ചെമ്പരത്തി പൂവിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ചെമ്പരത്തി പൂവ് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ മുഖത്തിന് നല്ല രീതിക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമ്മൾ തലമുടിയിലേക്ക് എന്നുള്ള എന്താ പറയുക, താളിലേക്ക് ഉപയോഗിക്കാനായാലും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും ഈ ചെമ്പരത്തി പൂപ്പൊക്കെ വെച്ചിട്ടുള്ള ജെല്ലുണ്ടാക്കി നമ്മൾ തലയിലേക്ക് തേക്കാനും നല്ലതാണ്. ചെമ്പരത്തി പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ 2-3 കിട്ടിയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതി. അതുകൊണ്ടായാലും നമുക്കിത് ചെയ്യാം. നോക്കിയേ, ഇത് നമ്മൾ ആക്കി നല്ലൊരു ക്രീം പരുവത്തിലേക്ക് ഇങ്ങോട്ട് എത്തും കേട്ടോ. അപ്പോൾ ഇതിനെ ഇളക്കണേൻ്റെ ആ ഒരു പ്രൊസീജിയറാണ് ഉള്ളത്. അപ്പോൾ നമ്മളെടുത്ത 1 ടീസ്പൂൺ അലോവേര ജെല്ല് പാകമാണ്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും ചെമ്പരത്തിപ്പൂവും മിക്സ് ചെയ്തിട്ടുള്ള ആ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഇത് തലമുടിയിലേക്കുള്ള ജെല്ല് ഉണ്ടാക്കി വെച്ചേക്കാൻ തന്നെ കേട്ടോ. ഇതിൻ്റെ വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും. എന്താ നമ്മളെ ഹെയർ നല്ല രീതിക്ക് കൊണ്ടുവരാനും അതുപോലെ സിൽക്കി ആയിട്ട് കൊണ്ടുവരാനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിതിൽ ബാക്കിയുള്ളത് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ. പിന്നെ ഇതിൽ 1-2 ഐറ്റംസും കൂടി നമ്മൾ ചേർത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യട്ടെ. കണ്ടോ, ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലമുടിയിലേക്ക് തേക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് അല്ലാണ്ട് കൈയിട്ട് ഇളക്കിയിട്ടല്ല, ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് തലയിൽ തേച്ച് കൊടുക്കുക. ജസ്റ്റ് സാധാ വെള്ളത്തിൽ കഴുകി കളയുക വേണ്ടു. ഇത് മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നാളെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രീം എന്താ കണ്ടോ, ക്രീം സെറ്റായി കേട്ടോ. ഇനി ഇത് നമ്മൾ നൈറ്റ് നമ്മൾ മുഖത്ത് തേച്ചിട്ട് നല്ലൊരു ഇതിൽ മസാജ് കൊടുക്കുക. നേരെ വെളുക്കുമ്പോൾ കഴുകി കളയുക. ഇതാണ് നമ്മുടെ ഗ്ലോയിങ് ക്രീം, സ്കിൻ ഗ്ലോയിങ് ക്രീം. അത് മാത്രമല്ല, ഗ്ലോയിങ് മാത്രമല്ല, നമ്മുടെ സ്കിന്ന് നല്ല റിപ്പയറിംഗ് ഒക്കെ ചെയ്ത് നല്ല യങ് ആക്കി കൊണ്ടുവരാനും ഈ തൂങ്ങി നിൽക്കണതും അതുപോലെ തന്നെ ചുളിച്ചിൽ വന്നിട്ടുള്ളതൊക്കെ മാറ്റി നല്ല രീതിക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഈ ഒരു ക്രീം അടിപൊളിയാണ്. നമ്മൾ ഒരുപാട് ക്രീമുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്ലാക്സ് സീഡും ചെമ്പരത്തിയുടെയും നമുക്ക് ചെമ്പരത്തി നല്ല കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇന്ന് ഈ ഒരു ക്രീം ചെയ്ത് കേട്ടോ. ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു ചെമ്പരത്തിക്ക്. മോൻ കൊണ്ടുവന്നതാണ്, ഒരു പറമ്പിൽ നിന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ മുട്ടും പൂവൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.